ഇങ്ങനെ നിങ്ങൾ ഡെലിവറി ചാർജ് സെറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടം വരില്ല. സോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ബൈ മെനുദാർ. സോ ആദ്യം നിങ്ങളുടെ മെനുദാറിൻ്റെ പ്ലാറ്റ്ഫോമിലോട്ട് കയറുക. വെബ്സൈറ്റിൽ ആദ്യം കയറുക. നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും വെച്ചിട്ട് ലോഗിൻ ചെയ്യുക. ആൻഡ് വൺസ് യു ലോഗിൻ യു ഹാവ് ദി ഓപ്ഷൻ ടു either change it into a dark mode or a light mode. So I prefer dark mode. അതുകൊണ്ട് ഞാൻ dark mode choose ചെയ്തു. And this is the Manidhar platform. And you can see on the left side, dashboard, analytics, orders, reviews, menu, offers, notify. But you can see all these options. So today I'm going to show you how you can set up all these delivery charges. Left side settings option പോവാ, and you can go to the second option called delivery here, right over here. That's right. നെക്സ്റ്റ് നിങ്ങൾക്ക് ഈ പ്ലാറ്റ്ഫോം കാണാം. ഇതാണ് ദ ഡെലിവറി സെറ്റിംഗ്സ് ഓപ്ഷൻ. സോ ദിസ് ഇസ് വെയർ യു കെൻ ലിറ്ററലി ചാർജ് യുവർ ഡെലിവറി. സോ നമുക്ക് നോക്കാം. ആദ്യമേ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ എനേബിൾ ഡെലിവറി ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇത് ടേൺ ഡെലിവറി ഓൺ ഓർ ഓഫ്. ഓൾവേസ് മേക്ക് ഷുവർ ദാറ്റ് ദി ടോഗിൾ ഇസ് ഓൺ ആൻഡ് നോട്ട് ഓഫ്. സോ ഓൺ ആക്കി വെച്ചേക്കുവാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് ഡോണ്ട് ഷോ ഡെലിവറി ചാർജസ്. അപ്പോൾ if you want you can show, otherwise you don't have to show. ഇവിടെ ഷോ എക്സ്ട്രാ ഡെലിവറി ചാർജസ് അപ്ലൈ നോട്ട് ഇൻസ്റ്റെഡ് ഓഫ് ആഡിങ് ഡെലിവറി ചാർജ് ടു ബിൽ. അപ്പോൾ ദ തിങ് ഇസ് ഇതൊരു ബിസിനസ് ഡിസിഷനാണ്. സോ ഇഫ് യു ഓൺ ദിസ് കസ്റ്റമറിന് എക്സ്ട്രാ ഡെലിവറി ചാർജസ് അപ്ലൈ എന്ന് മാത്രം കാണിക്കും. ഡെലിവറി ബോയ് അവിടെ വെച്ച് ചാർജ് കളക്ട് ചെയ്യും. ഡെലിവറി കോസ്റ്റ് ഓരോ ട്രിപ്പിലും മാറുമെങ്കിലും ഇത് യൂസ് ചെയ്യാം. ഓഫ് ആക്കിയാൽ ഡെലിവറി ചാർജ് ഓട്ടോമാറ്റിക്കായി ബില്ലിൽ ചേർക്കും. നെക്സ്റ്റ് ഇവിടെ കാണുന്ന ഓപ്ഷനാണ് നീ ഡെലിവറി ലൊക്കേഷൻ, മിനിമം ഓർഡർ എമൗണ്ട് ആൻഡ് ഡെലിവറി റേഡിയസ് ഇൻ കിലോമീറ്റേഴ്സ്. അപ്പം ഇത് മൂന്നിലും ഈ നീഡ് ഡെലിവറി ലൊക്കേഷനിൽ യെസ് ആക്കണം. ഓൾവേസ് മേക്ക് ഷുവർ ദാറ്റ് ദിസ് ഇസ് ഇൻ ഓപ്ഷൻ യെസ്. ആൻഡ് കസ്റ്റമർ അഡ്രസ്സ് എഴുതും. അപ്പോൾ കസ്റ്റമർ അഡ്രസ്സ് എഴുതുമ്പോൾ ആ ഒരു സിസ്റ്റം ഡിസ്റ്റൻസ് കണക്കാക്കും. ഡിസ്റ്റൻസ് കണക്കാക്കിയിട്ട് ഈ ഡെലിവറി റേഡിയസ് എത്ര കിലോമീറ്റർ വരെയാണ് ഡെലിവറി ചെയ്യുന്നത് അത് നിങ്ങൾ റിയലിസ്റ്റിക് ആയിട്ട് നിങ്ങൾ സെറ്റ് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ ഒരാൾ സൈക്കിളിലാണ് പോകണമെങ്കിൽ ഇപ്പോൾ 5 കിലോമീറ്റർ ഒക്കെ പോവുകയാണെങ്കിൽ ദാറ്റ്സ് പോസിബിൾ. 5-10 കിലോമീറ്റേഴ്സ് പോസിബിൾ ഇല്ല. അപ്പോൾ ആൻഡ് അതനുസരിച്ച് യു ഓൾസോ ഹാവ് ടു സെറ്റ് എ മിനിമം ഓർഡർ എമൗണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഒരു മാർജിൻ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ്. ആൻഡ് ഓൾവേസ് ആ ഡെലിവറി ചാർജ് ഒരു റീസണബിൾ റേറ്റിൽ വെക്കാൻ ശ്രമിക്കുക. മേ ബി 40 or 50 rupees. നോട്ട് വെരി അൺറീസണബിൾ, ഒരു റീസണബിൾ എമൗണ്ടിൽ വെക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. നെക്സ്റ്റ് നിങ്ങൾ കാണുന്ന ഒരു ഓപ്ഷനാണ് പ്രൈസിങ് ടൈപ്പ്. ഇതാണ് മണി പാർട്ട്. അപ്പോൾ ഇവിടെ ആ പ്രൈസിങ് ടൈപ്പ് എന്ന് പറയുന്നത് 2 ഓപ്ഷൻ ആക്കാം. either you can make it വേരിയബിൾ ഡിസ്റ്റൻസ് ബേസ്ഡ്. ഇതാണ് ബെസ്റ്റ് ഓപ്ഷൻ. ഫിക്സ്ഡ് ഇട്ടാൽ എല്ലാവർക്കും സെയിം ചാർജ് ആയിരിക്കും. അതിപ്പോൾ ഏരിയ ചെറുതാണെങ്കിൽ ഓക്കെ, ഇറ്റ് വിൽ വർക്ക് ഫോർ ഫിക്സ്ഡ്. അതർവൈസ് വേരിയബിൾ ഡിസ്റ്റൻസ് ബേസ്ഡ് ആക്കുന്നതായിരിക്കും നല്ലത്. അടുത്ത് നമുക്ക് വേരിയബിൾ പ്രൈസിങ് കാണും. ഇവിടെ ബേസ് ഡിസ്റ്റൻസ്, ബേസ് ചാർജ് പെർ അഡീഷണൽ കിലോമീറ്റർ കാണും. അപ്പോൾ ഇവിടെ ബേസ് ഡിസ്റ്റൻസിൽ നമ്മൾ ഫസ്റ്റ് എക്സ് കിലോമീറ്റർ, അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ 2 എഴുതി. സോ 2 സെറ്റ് ചെയ്തു. ബേസ് ചാർജ് 30 സെറ്റ് ചെയ്തു. ഇവിടെ ഞാനൊരു ലെറ്റ്സ് സേ ഒരു 10 ആക്കി എന്ന് വിചാരിച്ചോളൂ. 10 ആക്കി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ 2 കിലോമീറ്റേഴ്സ് പോകുന്ന ഒരാൾക്ക് 30 rupees ആയിരിക്കും. അല്ല, 2 rupees ഡെലിവറി ഉള്ള ഒരു ഇതിലുള്ള ആളാണെങ്കിൽ 30 rupees ആയിരിക്കും ചാർജ്. ആൻഡ് ഇപ്പോൾ 55 കിലോമീറ്റർ അകലെയുള്ളൊരു കസ്റ്റമറിനാണ് നമ്മൾ ഇത് കൊടുക്കുന്നതെങ്കിൽ 30 rupees, ദാറ്റ്സ് എ ബേസ് ചാർജ്. പ്ലസ് 3 എക്സ്ട്രാ കിലോമീറ്റർ, 5 kilometers അല്ലേ പറഞ്ഞത്. അപ്പോൾ 5 - 2 that is 3 kilometers. 3 into additional charge 3 into 10. അപ്പോൾ 10 plus 3 into 10 that's 60 rupees. സിസ്റ്റം അത് ഓട്ടോമാറ്റിക്കായി കാൽക്കുലേറ്റ് ചെയ്യും. ഒറ്റ തവണ നിങ്ങൾ സെറ്റ് ചെയ്താൽ മതി ഇത്. ദിസ് ഈസ് എ ഗുഡ് ഓപ്ഷൻ. യു കൻ ഓൾവേസ് സെറ്റ് ദിസ്. നെക്സ്റ്റ് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഡെലിവറി ടൈം വിൻഡോ. ഇതെന്താണെന്ന് വെച്ചാൽ ഡെലിവറി ടേക്ക് അവേ ടൈമിങ്സ് ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ സ്റ്റോർ ഇപ്പോൾ നിങ്ങളുടെ റെസ്റ്റോറൻറ്റ് ഇപ്പോൾ ഒരു 11 മണിക്ക് അടയ്ക്കുന്നതെങ്കിൽ ഡെലിവറി ഇപ്പോൾ 10:30 നിങ്ങൾക്ക് നിർത്തണം. അങ്ങനെയാണെങ്കിൽ യു ക്യാൻ സെറ്റ് ഇറ്റ് ഹിയർ. ഇപ്പോൾ നിങ്ങൾക്ക് ലെറ്റ്സ് സേ ഒരു 9 AM സെറ്റ് ചെയ്യാം ടിൽ ഒരു 10 PM. യെസ്, യു ക്യാൻ സെറ്റ് ഇറ്റ് ലൈക്ക് ദിസ്. ഇപ്പോൾ 10 o'clock 10:30 ക്ലോസ് ചെയ്യുന്ന ഒരു സ്റ്റോറാണെങ്കിൽ യു ക്യാൻ ക്യൂറേറ്റ് ഇറ്റ് അക്കോർഡിംഗ് ടു യുവർ ടൈമിങ്സ് ആൻഡ് നീഡ്സ്. അടുത്ത ടേക്ക് അവേ ടൈമിംഗ് അത് നിങ്ങൾക്ക് സെപ്പറേറ്റ് സെറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ സെറ്റ് ചെയ്യാം. അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാം. ഇറ്റ്സ് ഓൾ യുവർ ചോയ്സ്. നെക്സ്റ്റ് കാണാൻ പറ്റുന്നൊരു ഓപ്ഷനാണ് പാഴ്സൽ ഓർ പാക്കേജിങ് ചാർജ്. ഇത് നിങ്ങൾ വെറുതെ 0 ആയിട്ട് വിടരുത്. കാരണം ഓരോ പാഴ്സലിനും ചിലവുണ്ട്. ഇപ്പോൾ ബോക്സ് ആയാലും കവറായാലും ഫോയിലായാലും ഒരു മിനിമം 10 രൂപ അല്ലെങ്കിൽ ഒരു 15 രൂപ ഫിക്സ്ഡ് ആക്കി
ഫിക്സഡ് ഒരു ചാർജ് ഇടുക. ബിക്കോസ് ഡെയിലി ഒരു 30 ഡെലിവറി നിങ്ങൾക്ക് ഉണ്ടാവും. അത് ഇൻ്റെ ഒരു 10 രൂപ. അപ്പോൾ മാസത്തിൽ എത്രയായി? ഒരു മിനിമം കൂടിപ്പോയ ഒരു 9,000 റുപ്പീസൊക്കെ വെറുതെ ഇതിൽ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റും. സോ യു ഡോണ്ട് ലീവ് ദിസ് ഓപ്ഷൻ. ഓക്കെ, അത് പ്രൈസ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. പ്രൈസ് അഡ്ജസ്റ്റ്മെൻറ്റ് ഇതാണ് ആരും അറിയാത്ത ഒരു സെറ്റിംഗ് ആക്ച്വലി. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ഇത് ഡെലിവറി ഹോട്ടൽ പേജസിൽ മാത്രം ഓരോ ഐറ്റമിൻ്റെയും ഒരു പ്രൈസിൽ റുപ്പീസ് ആഡ് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾക്ക് സബ്ട്രാക്ട് ചെയ്യാം. ഡൈൻ ഇൻ പ്രൈസ് മാറില്ല, ബട്ട് ഡെലിവറിക്ക് കൂടുതൽ ചിലവ് വരുമ്പോൾ പാക്കേജിങ് ഡെലിവറി ബോയ്, പ്ലാറ്റ്ഫോം ഫീസ് ഒരു +10 ഇടുക. എല്ലാ ഐറ്റവും ഒരു ഡെലിവറി കസ്റ്റമറിന് ഒരു 10 രൂപ കൂടുതൽ അങ്ങനെ. അപ്പോൾ ഡെലിവറി ഉള്ളി ഡിസ്കൗണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് -5 ഇടാം. അപ്പോൾ കസ്റ്റമറിന് ഒറിജിനൽ പ്രൈസ് കാണില്ല. യു ക്യാൻ യൂസ് ദിസ് കെയർഫുള്ളി ആൻഡ് കൺസിസ്റ്റൻ്റ്ലി ഇത് യൂസ് ചെയ്യാം. But like this, as you can see, positive equal to increase prices, negative equal to decrease prices, applies to all items on your hotel's pages. Up you can always adjust it how much ever you want. Maybe you want to see, you want to make all these menu items in കുറച്ച് പ്രൈസ് കുറയ്ക്കണം, like കാണുമ്പോൾ, so that it satisfies the customers who are going to buy -10. Okay, അപ്പോൾ അതായത് കുറയും. പീപ്പിൾ വിൽ ഫീൽ maybe I should buy that, അങ്ങനെ ഒരു ഇത് തോന്നും. ആൻഡ് ദെൻ comes this option called customer name. ഇതിൽ അതൊരു അവസാനത്തെ ടോഗിളാണ്. യു ക്യാൻ ആസ്ക് ഫോർ ദി കസ്റ്റമർ നെയിം. ഇത് ഓൺ ആക്കുക. ചെറിയൊരു ഫ്രിക്ഷൻ ഉണ്ട് ഇവിടെ, ലൈക്ക് ബിക്കോസ് ഇത്രയും ഫിൽ ചെയ്ത് വരുമ്പോൾ ഇവിടെ ഫ്രിക്ഷൻ ഉണ്ട്. ബട്ട് യു ക്യാൻ ഓൾവേസ് ബിൽഡ് ഗുഡ് റിലേഷൻഷിപ്സ് വിത്ത് ദി കസ്റ്റമേഴ്സ്. കാരണം കസ്റ്റമർ ലിസ്റ്റ് ഇങ്ങനെ ആകുമ്പോൾ ബിൽഡ് ആകാൻ പറ്റും. ബിക്കോസ് യു ഗെറ്റ് ദ നെയിം ഓഫ് ദ കസ്റ്റമർ ആൻഡ് ലേറ്റർ യു ക്യാൻ ഓൾവേസ് വാട്സാപ്പ് ദം. എന്തെങ്കിലും ഓഫേഴ്സ് അവർ എന്തെങ്കിലും നിങ്ങൾക്ക് ഇൻഫോം ചെയ്യണമെങ്കിൽ യു ക്യാൻ ഓൾവേസ് യൂസ് വാട്സാപ്പ്, ബിക്കോസ് യു നോ ദ നെയിം ആൻഡ് ദ നമ്പർ. You can always address them properly. Next, you can ask for the customer name. Like this requires the customers to enter their name during login and order placement. Yeah, this is what we discussed right now. അടുത്ത സേവ് ചേഞ്ചസ് ക്ലിക്ക് ചെയ്യുക. ടോപ്പ് റൈറ്റിൽ ഒരു വ്യൂ മെനു ഓപ്ഷൻ ഉണ്ട്. അത് ക്യു ആർ സ്കാന് ചെയ്ത് ടെസ്റ്റ് ഡെലിവറി ഓർഡർ ഇടുക. ആൻഡ് ലൈവിൽ പോകുന്നതിന് മുൻപേ എപ്പോഴും ഒരു ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇതാണ് ദ ഫുൾ ഡെലിവറി സെറ്റപ്പ്. സോ ഇത് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആൻഡ് ഓൾസോ ഷെയർ ദിസ് ടു അനദർ റെസ്റ്റോറൻറ്റ് ഓണർ ജസ്റ്റ് ലൈക്ക് യു. ഫോളോ ഫോർ മോർ. താങ്ക് യു.